ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോഡിയോടി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് ബായ്. അപ്പം നമ്മളിന്ന് നോക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം മൈ ഒപ്പീനിയൻ, വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ടീസർ കണ്ടിട്ടിങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിങ്ങനെ ഇരിക്കുകയാണ്. കാരണം വളരെ നല്ലൊരു ടീസറായിരുന്നു. ഒരുപക്ഷെ ഈ വർഷം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത് ഒരുപക്ഷെ ഈ ചിത്രത്തിന് വേണ്ടിയായിരിക്കും, വർഷങ്ങൾക്ക് ശേഷം. അതിന് കാരണം വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ സംവിധാന മികവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലർവാടി ആർട്സ് ക്ലബ്ബ് തൊട്ട് ഇപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷം വരെ സിനിമയ്ക്ക് വഴി സിനിമ നമ്മളെ ഇങ്ങനെ എക്സൈറ്റഡ് ചെയ്യിപ്പിക്കുന്ന ഒരു സംവിധായകനാണ്. പ്രത്യേകിച്ച് യൂത്തിൻ്റെ പൾസറിയുന്ന ഒരു സംവിധായകൻ എന്ന് പറയാം വിനീത് ശ്രീനിവാസനെ. മലർവാടി ആയിക്കോട്ടെ, മലർവാടി ആർട്സ് ക്ലബ്ബ് ആയിക്കോട്ടെ, തട്ടത്തിമറയത്തായിക്കോട്ടെ, ഹൃദയം, അങ്ങനെ തുടങ്ങിയ സിനിമകളിലൂടെ യൂത്തിൻ്റെ പൾസ് നന്നായിട്ട് അറിയാവുന്ന ഒരു ഡയറക്ടറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ എപ്പോഴും ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും. ഹൃദയമൊക്കെ അതിന് ഉദാഹരണമാണല്ലോ. അപ്പോൾ ഫീൽ ഗുഡ് മൂവി ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സിനിമകൾ. അപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രത്തിന് നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഇങ്ങനെ ആരാധകർക്കിടയിൽ അല്ലെങ്കിൽ സിനിമാ പ്രേമികൾക്കിടയിൽ വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസൻ. അപ്പോൾ ഇതിലെ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വൻ താരനിരയാണ് ഇതിൽ. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസന്. പ്രണവ് മോഹൻലാലിനെയും ധ്യാൻ ശ്രീനിവാസനെയും കണ്ടപ്പോൾ പഴയ ലാലേട്ടനെയും ശ്രീനിവാസൻ ചേട്ടനെയാണ് ഓർമ്മ വന്നത്. കാരണം ഒരു കാലഘട്ടത്തിൽ അവർ കലക്കിയ കലക്കെന്ന് പറയുന്നത് മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവില്ല. അപ്പോൾ അവരുടെ അടുത്ത ജനറേഷന് ആ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. പ്രണവും ധ്യാന്, പിന്നെ അവരെ കൂടാതെ അജു വർഗീസ്, നീരജ് മാധവ്, ബേസിൽ ജോസഫ്, കല്യാണി പ്രിയദർശന്, നീത പിള്ളൈ, പിന്നെ നിവിൻ പോളിയുണ്ട്. നിവിൻ പോളി ഗസ്റ്റ് റോളാണോ എന്ന് തോന്നുന്നു. ഒരു സ്പെഷ്യൽ അപ്പീരിയൻസ് ആണല്ലോ, കാമിയോ റോളാണെന്ന് തോന്നുന്നു, അറിയില്ല, പടം കണ്ടാലേ അറിയുള്ളൂ. പക്ഷേ നിവിൻ പോളിയും ഉണ്ട്. അപ്പോൾ സിനിമയ്ക്കകത്തെ ഒരു സിനിമയായിട്ടാണ് ടീസർ കണ്ടപ്പോൾ തോന്നിയത്. സിനിമയ്ക്കകത്തെ സിനിമകൾ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേണിലുള്ളൊരു സിനിമയാണെന്ന് തോന്നുന്നു ഈ സിനിമയെന്ന് പറയുന്നത്. ഇതിൽ നിവിൻ പോളി എനിക്ക് തോന്നുന്നൊരു സൂപ്പർ സ്റ്റാറുടെ വേഷം, മൈ ഗസ്സിങ് ആണ് എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത് സിനിമയ്ക്കകത്തെ സിനിമ. അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ അങ്ങനെ ഒരു ക്യാരക്ടറാണ് നിവിൻ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടപ്പോൾ. പിന്നെ 1980s നടക്കുന്ന കഥയാണെന്ന് തോന്നുന്നു. കാരണം 1980s ചെന്നൈയിൽ നടക്കുന്ന കഥയാണെന്നാണ് തോന്നുന്നത്. പിന്നെ MGRൻ്റെ ആ ഒരു റെഫറൻസൊക്കെ നമ്മളിങ്ങനെ ടീസറിൽ കണ്ടു. പഴയ കാലഘട്ടം, 1980s കാലഘട്ടം, ആ ഒരു സിനിമയാണെന്ന് തോന്നുന്നു. പിന്നെ യൂത്തിൻ്റെ പൾസറിയാവുന്ന സംവിധായകനായതുകൊണ്ട് തന്നെ ചിത്രം ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിനീത് ശ്രീനിവാസന്. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് അമൃത് രാംനാഥാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് വിശ്വജിത്താണ്. അപ്പോൾ നല്ല നല്ല ഫ്രെയിമുകളായിരുന്നു കണ്ടത്. അപ്പോൾ ടീസർ കണ്ടപ്പോൾ തന്നെ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ വളരെയധികം ഒരു വെയിറ്റ് ചെയ്യാവുന്ന, ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നൊരു സിനിമ പക്ഷേ ഇതായിരിക്കും. വിഷു റിലീസാണെന്നാണ് തോന്നുന്നത്, April 11 അപ്പോൾ വിഷു റിലീസാണ് ചിത്രം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ചിത്രം മലയാളികൾ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വൻ കാസ്റ്റിംഗ് കൊണ്ട് തന്നെ ചിത്രം ശ്രദ്ധിക്കപ്പെടും. ഇത്രയേറെ താരങ്ങൾ ഇതിലുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഏതായാലും പ്രേക്ഷകന് നല്ലൊരു എക്സ്പീരിയൻസ് വിനീത് ശ്രീനിവാസൻ നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.